നമ്മൾ ഏത് മീനാണെങ്കിലും തലേ ദിവസം ക്ലീൻ ചെയ്ത് പിറ്റേ ദിവസം കറിയുടെ ആവശ്യത്തിന് പ്രിപ്പയർ ചെയ്ത് താഴത്തെ തട്ടിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും ഇട്ട് നല്ലപോലെ ഒന്ന് പെരട്ടി ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒഴിക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പം നമ്മുടെ മീൻ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നുള്ളൂ. പിറ്റേ ദിവസം കറിക്കുള്ളതാട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ യൂസ് ചെയ്യാതെ വെക്കുന്ന പാത്രത്തിലൊക്കെ ചില സമയത്ത് പ്ലാസ്റ്റിക് ആണെങ്കിലും ഗ്ലാസിന്റെ ആണെങ്കിലും സ്മെല്ല് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് മാറാനായിട്ട് ഒരു കുഞ്ഞു ടിപ്പ് പറയാം. അതിനായിട്ട് അതിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ പീസോ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പറോ ഒന്ന് നല്ലപോലെ ഒന്ന് കീറിയിട്ടതിന് ശേഷം അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്മെല്ല് നന്നായിട്ട് പോയി കിട്ടും. പഴം ഒരുപാട് പഴുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ പീസ് അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പഴത്തിൽ ഒന്ന് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പഴം ഒരുപാട് പഴുത്തു പോകാതെ കിട്ടും. നാരങ്ങ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒന്ന് എടുത്ത് ഇതുപോലെ നമ്മുടെ നാരങ്ങയിലേക്ക് പെരട്ടിയിട്ട് ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. തറയിലൊക്കെ വെളിച്ചെണ്ണ ഒന്ന് വീണ് കഴിഞ്ഞാൽ തുടയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പൊ അതിനുള്ള സിമ്പിൾ ടിപ്പ് പറയാം കേട്ടോ. ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ ഫ്ലോറിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അതൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒപ്പിയെടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് നമ്മുടെ പൗഡർ ഉണ്ടല്ലോ, പൗഡർ ഒന്ന് ഇട്ടതിന് ശേഷം ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചോ ആദ്യം ഒന്നുകൂടെ തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മുടെ നോർമൽ ടവല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ ആ എണ്ണ പെട്ടെന്ന് തന്നെ പോകും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ സോപ്പ് പൊടിയൊക്കെ ഇട്ട് തേച്ച് കഴിയേണ്ടി വരും. അപ്പൊ അതിനേക്കാൾ എളുപ്പമാണ് നമ്മൾ പൗഡർ ഇട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ.